നമുക്ക് കോഴിക്കോട് നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്ന എന്തൊക്കെ ഓർമ്മകളാണ്, അത് എന്തുകൊണ്ടാണ് എന്നുള്ളത്? മെയിനായിട്ട് ഫുഡ് തന്നെയാണ്. ഫുഡാണ്. ഓക്കെ, എന്ത് ഫുഡ്, എന്തൊക്കെ ഫുഡ്, ഏതൊക്കെ ഹോട്ടലുകളാണ് നമുക്ക് ഓർമ്മയിൽ വരുന്നത്? റഹ്മത്ത് ഹോട്ടല്. റഹ്മത്ത്. പിന്നെ റഹ്മത്ത് ഹോട്ടൽ ഏതാണ് ഏറ്റവും നമുക്ക്? റഹ്മത്ത് ഹോട്ടൽ ഏതാണ്? റഹ്മത്ത് ഹോട്ടലിനെക്കാട്ടി കുറ്റിച്ചിറ ബിരിയാണി സെന്റർ. കുറ്റിച്ചിറ ബിരിയാണി. ഓക്കെ, എന്താണ് കുറ്റിച്ചിറ? KBC ആണ്. ഓക്കെ, പിന്നെ KBC, പിന്നെ വേറെ ഏതാ? സാഗർ വരുന്നുണ്ട്. സാഗർ. എന്തുകൊണ്ടാണ് സാഗർ ചൂസ് ചെയ്യുന്നത്? സാഗർ നമ്മൾ മെയിനായിട്ട് ചില്ലി ചിക്കനും പൊറാട്ടയാണ്. ചില്ലി ചിക്കനും പൊറാട്ടയും. ഓക്കെ, പിന്നെ പാരഗൺ ബിരിയാണി. പിന്നെ ഒരുപാട് ചെറിയ ചെറിയ അറിയപ്പെടാത്ത കടകളുണ്ട്. നമ്മൾ പേഴ്സണലി പോകുന്ന കുറച്ച് കടകൾ അല്ലേ? ഓക്കെ, റൈറ്റ്. പിന്നെ വേറെ എന്താണ് ഒരു ഫുഡിലുപരി വേറെ എന്താണ് കോഴിക്കോടിനെ പറ്റി നിങ്ങൾക്ക്? നിങ്ങളൊരു വേറൊരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കോഴിക്കോടിനെ കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ എന്തായാലും ബീച്ച് വരുന്നുണ്ട്. ബീച്ചസ്. ഓക്കെ. രാത്രി വേണയും വന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് ബീച്ചിൽ നിങ്ങൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ബീച്ചിൽ ഓണാണ്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീച്ചസ് എന്താണ് ഒരു ഫ്രണ്ട്ലി ആണ് അല്ലെ? കുറച്ചും കൂടെ രാത്രി കാലങ്ങളിലൊക്കെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാം, ഫാമിലി ഉണ്ടാവും, അതൊക്കെയാണോ? പിന്നെ ഒരുവിധ ഫെസ്റ്റിവൽസ് ഒക്കെ ഇവിടെ കൂടുതലായിട്ട് ഇപ്പൊ വരുന്നുണ്ട്. പരിപാടി പ്രോഗ്രാംസ് ഒക്കെ ബീച്ച് ഏരിയയിൽ തന്നെ ആയിട്ട്.